ഹായ് മക്കളെ, ഇന്ന് കണ്ടന്റ് വീഡിയോ ആണ്. കാരണം നമുക്കിനിപ്പോൾ WC പരീക്ഷ വരുമ്പോഴാണ്. അപ്പോൾ അത് എഴുതുന്ന മക്കൾക്ക് വേണ്ടിയിട്ട് ഒരു ക്വിക്ക് റിവിഷൻ ആയിക്കോട്ടെ. പിന്നെ ഇതേ തിരുവനന്തപുരം ജില്ലയുടെ LDC മക്കളുണ്ട്. പിന്നെ ഉള്ളത് LP UP ആണ് അല്ലേ, വരാൻ പോകുന്ന UP എക്സാം, പിന്നെ ഒരു LP എക്സാം. അപ്പം നമുക്കറിയാം ജൂലൈ ഫസ്റ്റ് വീക്ക്, പിന്നെ ജൂലൈ 20th ആയിട്ട് LP UP. അപ്പോൾ എല്ലാവർക്കും കൂടി ഉപയോഗമുള്ള ഒരു ക്വിക്ക് റിവിഷൻ ആയാലോ. വെറും 5 മിനിറ്റ് നേരം നിങ്ങളൊന്ന് സ്പെൻഡ് ചെയ്താൽ മതി. നമുക്ക് കുറച്ചേറെ മലയാളം ഫാക്ട്സ് പഠിക്കാം. ആദ്യം നമുക്കൊരു 5 വിപരീതം പഠിച്ചാലോ. എപ്പോഴും തെറ്റാൻ ചാൻസ് ഉള്ള ഒരു 5 വിപരീതം. ദൃഢം എന്നതിന്റെ വിപരീതം എന്താണ്? ശിഥിലം. ഓക്കെ അല്ലേ? വിരളം, ബഹുലം. സെറ്റാണേ. ഇനി എന്താണ് ഈ പ്രൗഢം എന്ന വാക്കിന്റെ വിപരീതം? ബാലിശം. ഓക്കെ. ഇനി എന്താണ് സരളം? ഗഹനം. പിന്നെ തെറ്റിപ്പോകുന്നതാണ് ഫലം നിഷ്ഫലം. വിഫലമാണെങ്കിൽ സഫലം. അതുപോലെ രസം നീരസമാണ്, വിരസം സരസവുമാണ്. പ്രശാന്തം പ്രക്ഷുബ്ധം. ശാന്തമാണെങ്കിലോ നമുക്ക് ഉഗ്രം പറയാം, അശാന്തം പറയാം, രൗദ്രം പറയാം. ലഘുഗുരു, ലാഘവം, ഗൗരവം. അപ്പൊ 5 എന്ന് പറഞ്ഞ് ഗുരുവി പറ്റിച്ച് 10 വിപരീതത്തിലേക്ക് എത്തി. ഇനിയിപ്പോ മനസ്സിൽ നിന്ന് പോവാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഒന്നുകൂടെ റിവൈസ് അടിച്ച് നോക്കിയാൽ മതി. ഓക്കെ അല്ലേ? അപ്പൊ വിപരീതമാണ് ഞാനിപ്പോ ഒന്ന് പറഞ്ഞു വെച്ചത്. ഇനി നമുക്ക് PSC ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു 5 പര്യായങ്ങളിലേക്ക് പോയാലോ. യെസ്, നദിയുടെ പര്യായം നോക്കാം. തടിനി, പപ്പടത്തിന്റെ ഡ, തടിനി, നദി. നിമ്നക, നിമ്നമായി ഗമിക്കുന്നവൾ, താഴ്ന്നു ഗമിക്കുന്നവൾ, നിമ്നക. ധുനി, ഞാൻ മറിച്ചിട്ട ധുനി ഇല്ലേ, ധുനി. കൊള്ളാം അല്ലെ? ദ്യൂപവതി, എന്താണ്? ദ്യൂപവതി. സ്രോതസ്, ഇതൊക്കെ നദിയാണ് കേട്ടോ. എന്നോട് പറയട്ടെ, നദി. തടിനി, നിമ്നക, ദ്യൂപവതി. ദ്വീപ് എന്ന് എഴുതുന്നില്ലേ, ഐലൻഡ്, ആ ദ്വീപവതി, ധുനി, സ്രോതസ്. ഇനിയുണ്ട് നദിക്ക് തരംഗിണി, കല്ലോലിനി. ഇതൊക്കെ എന്ത് തന്നെ? നദി തന്നെ. സെറ്റ്. ഇനി നമുക്ക് ഇവിടേക്ക് പോകാം. നദി കഴിഞ്ഞ് നേരെ നമുക്ക് ഭ്രമരം എന്താണെന്ന് നോക്കാം. ഭ്രമരം വണ്ട്. ഭ്രമരം എന്താണ്? വണ്ടാണ്. ദ്യുരേഹം, ദ്വിത്വസന്ധിയുടെ ദ്യു എഴുതുന്നില്ലേ, അത് തന്നെ. ദ്യുരേഹം, ഭ്രമരം, അളി. എപ്പോഴും കുട്ടികൾക്ക് തെറ്റിപ്പോവും. ആളി തോഴിയാണ്, അളി വണ്ടാണ്. സെറ്റ്. ഓക്കെ. ഇനി സൂനം എന്താണ്? സൂനം പൂവ്. സൂനം പൂവ്. സാനു, ഹിമാലയ സാനുക്കളിൽ പോയി ഇരിക്കും. സാനു താഴ്വര. സൂനു പുത്രൻ. അപ്പോ സൂനം പൂവ്, സാനു താഴ്വര, പിന്നെന്താണ്? സൂനു പുത്രൻ. കർണനെ പറയും സൂര്യസൂനു എന്ന്. സൂര്യഭഗവാന്റെ പുത്രനാണ് കർണൻ. അപ്പോ സൂര്യസൂനു. സൂനു എന്താണ്? പുത്രനാണ്. ഓക്കെ. ഇനി നമുക്ക് താമര. താമര എപ്പോഴും നമുക്ക് തെറ്റിപ്പോകുന്ന ഒരു കാര്യമാണ് അല്ലെ, താമര. അപ്പൊ താമരയ്ക്ക് നമുക്ക് എന്ത് പറയാം? നീരജം, ജലജം, അംബുജം, വാരിജം. ജം ജം താമര. ഇനി കജ്ജം എന്ന് പറയും താമരയ്ക്ക്. കജ്ജം. നളിനം, രാജീവം വിടരുത്. ഞാൻ എപ്പോഴും പാടത്തില്ലേ, പാടിപ്പാടിയിട്ട് പിള്ളേർ മതി. യെസ്, രാജീവം താമര. അപ്പൊ ഇതൊക്കെ താമരയുടെ പര്യായമാണ് കേട്ടോ. ഇനി നളിനം താമര, നളിനി താമര പൊയ്കയാണേ. കുമാരനാശന്റെ നളിനി ഓർത്തോളൂ. നളിനി താമര പൊയ്കയുമാണ്. ഓക്കെ. ഇനി മേഘം കൂടി നോക്കാം. അപ്പോ ജം താമരയാണെങ്കിൽ ദം ബിരിയാണിയുടെ ദം മേഘമാണ്. നീരദം, ജലദം, വാരിദം. പിന്നെ തത്തയുടെ താ വരുന്ന ജീമൂതം, മുകിൽ മാലകളോ. മുകിൽ എന്താണ്? മേഘമാണ്. കൊണ്ടൽ മേഘമാണ്. കൊണ്ടലും എന്ത് തന്നെ? മേഘമാണ്. ഇനി ധാര, മഴയെന്നും ഒഴുക്കെന്നും അർത്ഥമുള്ള ധാര മഴയാണ്. അപ്പൊ ധാരാധരം. ധാര, മഴയെ ധരിച്ചു വെച്ചിരിക്കുന്നത് ധാരാധരം. സെറ്റല്ലേ? യെസ്. അങ്ങനെ നമ്മളൊരു 2-3 എപ്പോഴും ചോദിക്കുന്ന പര്യായങ്ങളാണ് ഇപ്പോൾ നോക്കിയത്. ഇനി നമുക്ക് നേരെ പര്യായങ്ങളിൽ നിന്ന് ഒറ്റപ്പദത്തിലേക്ക് പോവാം. കാണാൻ ആഗ്രഹിക്കുന്നവൻ ദിദൃക്ഷു. കാണാൻ ആഗ്രഹിക്കുന്നവൻ ദിദൃക്ഷു. പറയാൻ ആഗ്രഹിക്കുന്നവൻ വിവക്ഷു. ചെയ്യാൻ ആഗ്രഹിക്കുന്നവൻ, പ്രവൃത്തി ചെയ്യാൻ ആഗ്രഹിക്കുന്നവൻ ചികീർഷു. എന്താണ്? ചികീർഷു.
എന്നിട്ട് മോക്ഷം ആഗ്രഹിക്കുന്നവൻ മുമുക്ഷു. എന്താണ്? മുമുക്ഷു. ഇനി അറിയാൻ ആഗ്രഹിക്കുന്നവൻ ജിജ്ഞാസു. അറിയാൻ ആഗ്രഹിക്കുന്നവൻ ജിജ്ഞാസു. പഠിക്കാൻ ആഗ്രഹിക്കുന്നവനോ പിപഠിക്ഷു. എന്താണ്? പിപഠിക്ഷു. കടക്കാൻ ആഗ്രഹിക്കുന്നവൻ, ഒരു സ്റ്റേജിൽ നിന്ന് വേറൊരു സ്റ്റേജിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നവൻ തിതീർഷു. എന്താണ്? തിതീർഷു. തിതീർഷു. ഓക്കെ അല്ലേ? കുടിക്കാൻ ആഗ്രഹിക്കുന്നവൻ പിപാസു. ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ ബുഭുക്ഷു. ബുഭുക്ഷു. ഓക്കെ അല്ലേ? അപ്പൊ ഒറ്റപ്പദമാണ് നമ്മളിപ്പോ പറഞ്ഞത്. ഇനി നമുക്കൊരു കാര്യം ചെയ്യാമോ? 2-3 പര്യായങ്ങൾ എപ്പോഴും ചോദിക്കുന്ന പര്യായങ്ങൾ. അണ്ണാൻ കുഞ്ഞും തന്നാലായത്. എന്താ? കഠിനാധ്വാനത്തിന്റെ മഹത്വം. ചേറ്റിൽ കുത്തിയാൽ ചേറ്റിൽ കൈ കുത്താം. ചേറ്റിൽ കുത്തിയ കൈ ചോറ്റിൽ കുത്താം. കഠിനാധ്വാനത്തിന്റെ മഹത്വം. കൈ ആടിയാലേ വായാടു. അതും അധ്വാനത്തിന്റെ മഹത്വം. അങ്ങാടിയിൽ തൊട്ടതിന് അമ്മയോട്. വലിയവരോട് എന്താണ്? തോറ്റിട്ട് വന്ന് ചെറിയവരോട് എന്താണ്? തീർക്കുക. അല്ലേ? അത് തന്നെ. ഇനി എന്താണ്? വിഴുപ്പലക്കുക എന്ന പ്രയോഗത്തിന്റെ അർത്ഥം എന്താണ്? വിഴുപ്പലക്കുക. വാഷ് ഡേർട്ടി ലിനൻ ഇൻ പബ്ലിക് എന്ന് പറയും. നമ്മുടെ കാര്യം മറ്റുള്ളവരോട് പറഞ്ഞു നടക്കുക. സ്വന്തം കാര്യം മറ്റുള്ളവരോട് പറഞ്ഞ് നാണം കെടുക എന്നുള്ള അർത്ഥം. ചെണ്ട കൊട്ടിക്കുക, നാണം കെടുത്തുക. ചെണ്ട പൊട്ടിക്കുക, നാണം കെടുത്തുക. എള്ളു കീറുക, കഷ്ടപ്പെടുത്തുക. എള്ളു കീറുക, കഷ്ടപ്പെടുത്തുക. എള്ളു കീറുക. നക്ഷത്രം എണ്ണിക്കുക, കഷ്ടപ്പെടുത്തുക. നക്ഷത്രം എണ്ണിക്കുക, കഷ്ടപ്പെടുത്തുക. എള്ളു കീറുക, കഷ്ടപ്പെടുത്തുക. ഊഴിയവേല ചെയ്യുക. ഊഴിയവേല ചെയ്യുക. ആത്മാർത്ഥതയില്ലാതെ പ്രവർത്തിക്കുക. ഊഴിയവേല ചെയ്യുക, ആത്മാർത്ഥതയില്ലാതെ പ്രവർത്തിക്കുക. ഘടദീപം. ഘട മേഘത്തിന്റെ ഘ. ഘടദീപം. പുറത്തറിയാത്ത യോഗ്യത. കൂപമണ്ഡൂകം. ലോകപരിജ്ഞാനം ഇല്ലാത്തവൻ. ശരി, കുറച്ച് പെട്ടെന്നൊന്ന് ഓടിപ്പോയിട്ട് അല്ലെങ്കിൽ പെട്ടെന്നൊന്ന് 2-3 സാഹിത്യം കൂടെ നോക്കാം. വീണപൂവ് പ്രസിദ്ധീകരിച്ച പത്രം ഏതാണ്? മിതവാദി പത്രം. ഏതാണ്? മിതവാദി പത്രം. മലയാളത്തിൽ അച്ചടിക്കപ്പെട്ട ആദ്യ കൃതി സംക്ഷേപ വേദാർത്ഥം. ക്ലെമന്റ് പാതിരിയുടെ സംക്ഷേപ വേദാർത്ഥം. എന്നാൽ മലയാള ലിപി പ്രത്യക്ഷപ്പെട്ട ആദ്യ കൃതി ഹോർത്തൂസ് മലബാറിക്കസ്. ഹോർത്തൂസ് മലബാറിക്കസിന് കേരളാരാമം എന്നൊരു പേരുകൂടിയുണ്ട്. അങ്ങനെ വ്യാഖ്യാനം ചെയ്തത് ഇട്ടി അച്യുതൻ. ആരാണ്? ഇട്ടി അച്യുതൻ. ഓക്കെ അല്ലേ? ഇനി ഇടപ്പള്ളി രാഘവൻ പിള്ളയെ ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയും ചേർത്ത ഇടപ്പള്ളി കവികൾ എന്ന് വിളിച്ചത് ആരാ? ഉള്ളൂർ. ആരാണ്? ഉള്ളൂർ. കണ്ണുനീർ തുള്ളിയെ വിധുര വിലാപം എന്നാണ് അറിയപ്പെടുന്നത്. വിധുരൻ ആരാണ്? ഭാര്യ മരിച്ചവൻ വിധുരൻ. അപ്പൊ കണ്ണുനീർ തുള്ളിയെ വിധുര വിലാപം എന്നും ഭാഷയിലെ താജ്മഹൽ എന്നും വിശേഷിപ്പിക്കുന്നു. നാലപ്പാട്ട് നാരായണ മേനോന്റെ കണ്ണുനീർ തുള്ളിയെ ഭാഷയിലെ താജ് എന്ന് വിശേഷിപ്പിച്ചത് സഞ്ജയനാണ്, MR നായർ. അപ്പൊ മക്കളെ, ഒരു ക്വിക്ക് റിവിഷനാണിത്. ഒരു 5-10 മിനിറ്റിനുള്ളിൽ കണ്ടു തീർക്കാവുന്ന ഒത്തിരിയേറെ ഫാക്ട്സുകളുള്ള റിപ്പീറ്റഡ് കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്ന ഒരു ക്വിക്ക് റിവിഷൻ. ഓക്കെ.